അതെന്താ കുഞ്ഞിച്ച് അങ്ങനെ ചോദിച്ചത്? എപ്പോഴും അമ്മ തന്നെയല്ലേ വരാറുള്ളത്? അതല്ല അമ്മ, നാളെ അബിന്റെ പപ്പയാണ് വരുന്നത്. അബിന്റെ അമ്മ വർക്ക് ചെയ്യല്ലേ, ചിലപ്പോൾ അവർക്ക് ലീവ് കിട്ടിയിട്ടുണ്ടാവില്ല, അതായിരിക്കും വരാത്തത്. അമ്മയും ജോലി ചെയ്യണ്ടല്ലോ, അപ്പൊ അമ്മയ്ക്ക് ലീവ് കിട്ടോ? അതിനമ്മ പുറത്തൊന്നും പോയി ജോലി ചെയ്യുന്നില്ലല്ലോ, വീട്ടിൽ തന്നെ ഇരുന്നിട്ടല്ലേ. പിന്നെ എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ കുഞ്ഞിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് അമ്മയ്ക്ക് വേറെ എന്തോ ഉള്ളൂ കേട്ടോ. എന്തായാലും അമ്മ നാളെ വരാം. അമ്മ, കുഞ്ഞ് കുറച്ചു നേരം കളിക്കട്ടെ, എനിക്ക് പഠിക്കാം. നാളെ മീറ്റിംഗ് ഒക്കെ ആയതുകൊണ്ട് ഇന്ന് ഹോംവർക്ക് ഒന്നും ഇല്ലല്ലോ, മോൻ പഠിക്കൊന്നും വേണ്ട, ഒന്ന് പോയി കളിച്ചോട്ടോ. താങ്ക് യു അമ്മ. അച്ഛനെത്തിയോ? മോളെ, എനിക്കൊരു കാര്യം പറയാനുണ്ടല്ലോ. അച്ഛൻ എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. എന്തായാലും കല്യാണക്കാരിയാണെങ്കിൽ വേണ്ട അച്ഛാ, എന്നെ വെറുതെ നിർബന്ധിക്കാൻ നിൽക്കണ്ട. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ശരിയാവും മോളെ, മോൾക്ക് ഒരുപാട് പ്രായമൊന്നും ആയിട്ടില്ലല്ലോ. അതിനെന്താ അച്ഛാ, ആ കൂടി 2 വർഷമല്ലേ ആയിട്ടുള്ളൂ. ആ ഒരു തന്നെ ഞാൻ ഒന്ന് റിക്കവറായി വരുന്നേ ഉള്ളൂ. അപ്പോഴത്തേക്കും വേറെ കല്യാണം വേണമെന്ന് പറഞ്ഞാൽ എനിക്ക് ടെൻഷനായിട്ടാണ് മോളെ. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലേ നീയും കുഞ്ഞും ഒറ്റയ്ക്കാവുമല്ലോ. അതെങ്ങനെയാ വെച്ചാൽ ഒറ്റയ്ക്കാവുക? എനിക്ക് അവനും ഞാനും ഇല്ലേ. പിന്നെ അച്ഛൻ പ്രായമായി വേണ്ടിട്ട് വെറുതെ ഓരോന്ന് ആലോചിച്ച് ടെൻഷൻ അടിക്കാൻ നിൽക്കല്ലേ, അച്ഛനൊന്നും ആവില്ല. മോളെ, ഭർത്താവില്ലാത്ത കുട്ടിക്ക് ഈ സമൂഹത്തിൽ ജീവിക്കാൻ ഭയങ്കര പ്രയാസമാണ്. അതെനിക്കറിയാം അച്ഛാ. എന്തായാലും എനിക്കൊരു ജോലി ഉണ്ടല്ലോ, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. മോൾക്കൊരു വരുമാനമുള്ളതാ അച്ഛന് ഏറ്റവും വലിയ സമാധാനം. അതുകൊണ്ട് മാത്രം ആയില്ലല്ലോ, കൂട്ടിനൊരാളും കൂടി വേണ്ടേ? എന്തിനാ അച്ഛാ, ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഒന്നും വേണ്ട എന്നുള്ളത്. ആരൊക്കെ വന്നാലും അവനെ സ്വന്തം മോനായിട്ട് കാണുമോ? ഇല്ല അച്ഛാ, വെറുതെ എന്തിനാ കുഞ്ഞിനെ കൂടി വിഷമിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഒരു കല്യാണം? എല്ലാവരും ഒരുപോലെ ആവില്ലേ മോളെ. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൃഷ്ണൻ ഒരാലോചനയും കൊണ്ടുവന്നിട്ടുണ്ട്. അച്ഛൻ എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ? ഞാനല്ലേ പറഞ്ഞത് വേണ്ട എന്നുള്ളത്. പാപം പയ്യനാണ് മോളെ, അവൻ ടൗണിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട്. എൻ്റെ 2ാം ഘട്ടമാണ്. എന്തായാലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവരെന്നല്ലേ വരിക. അല്ല, ആദ്യത്തെ എന്തായിരുന്നു? അത് ആ പെൺകുട്ടിക്ക് വേറെ ഏതോ ഒരു ബന്ധമുണ്ട് പറഞ്ഞിട്ടേ അത് ഒഴിവാക്കിയതാണ്. അല്ല, അപ്പം അച്ഛൻ അവൻ്റെ അടുത്ത് എന്താ പറഞ്ഞേ? നോക്കാന്നോ? എനിക്ക് ആഗ്രഹമുണ്ട്, നീ എന്താ പറയണമെന്ന് എനിക്കറിയില്ലല്ലോ. എത്ര പറഞ്ഞിട്ടും അച്ഛന് മനസ്സിലാവുന്നില്ലല്ലോ. മോളെന്തായാലും പയ്യനെ കണ്ടൊന്ന് സംസാരിക്കുക. അത്രയും പാവമായത് കൊണ്ടാണ് അച്ഛനങ്ങനെ പറയുന്നത്. എന്തായാലും ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറ. കുറേ സമയമായോ വന്നിട്ട്? ഇല്ല, ഒരു 15 മിനിറ്റ് ആയിട്ടുള്ളൂ. സോറി കേട്ടോ, മോൻ്റെ സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിഞ്ഞിറങ്ങാൻ ലേറ്റ് ആയതാ. ഇന്ന് ലീവാണോ? ഇല്ല, ഒരു ഉച്ചവരെ ലീവാക്കിയതാ. ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഉച്ചശേഷം ജോലിക്ക് കയറണം. പിന്നെ കൃഷ്ണേട്ടൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണോ? എന്നാലും ഒന്നുകൂടി ക്ലിയർ ചെയ്യാലോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തായിരുന്നു മനുവിനെ പരിചയപ്പെടുന്നതും അത് കഴിഞ്ഞ് കോളേജ് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതൊക്കെ. പിന്നീട് മനു ഒരു ബിസിനസ് ചെയ്യേണ്ട ആവശ്യമായിട്ട് വാളയാറ് പോകുന്ന സമയത്താണ് ആക്സിഡൻ്റ് ആവുന്നതും. ഇപ്പോൾ കഴിഞ്ഞിട്ട് 2 വർഷമായി. കൃഷ്ണേട്ടൻ ഇതൊക്കെ എന്നോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നെക്കുറിച്ച് ഇപ്പോൾ പറഞ്ഞല്ലേ? അച്ഛനങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആ കുട്ടിക്ക് വേറൊരു ബന്ധം ഉണ്ടായിരുന്നു, അപ്പോൾ അതറിഞ്ഞ സമയത്ത് ഈ ഒരു ബന്ധം വേണ്ട വയ്ക്കായിരുന്നു എന്നൊക്കെ അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഗൾഫിലുള്ള സമയത്തായിരുന്നു ഇത് അറിയുന്നത്. പിന്നെ കുടുംബക്കാരൊക്കെ ഇടപെട്ട് വേണ്ടാക്കുകയായിരുന്നു. അതിനുശേഷം നാട്ടിലെ ലീവിന് വന്നിട്ടേ തിരിച്ചു പോകാൻ തോന്നിയില്ല. ആ ഒരു മാനസികാവസ്ഥയിലല്ലായിരുന്നു. അങ്ങനെ ഇപ്പോൾ നാട്ടിൽ സെറ്റായത്. അല്ല, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറേ ആയോ? ഇപ്പോൾ ഡിവോഴ്സ് കഴിഞ്ഞിട്ട് 8 മാസമായി. സത്യം പറഞ്ഞാൽ അതിന് ശേഷം കല്യാണമൊന്നും വേണ്ട വെച്ചതായിരുന്നു.
പിന്നെ അമ്മയ്ക്ക് ഒരേ ടെൻഷൻ. ഞാനും പെങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു പ്രായത്തിൽ ഞാൻ ഒരു ബന്ധമൊക്കെ വേർപെടുത്തി വീട്ടിൽ നിൽക്കാന്ന് പറഞ്ഞാൽ അപ്പോൾ അമ്മ കുറേ നിർബന്ധിച്ചു. അതിനിടയ്ക്കാണ് കൃഷ്ണനായിട്ട് ഈ ഒരു ആലോചന കൊണ്ടുവരുന്നത്. അതും ഇപ്പോൾ ഈ ഒരു വിഷയം പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ട് സംസാരിച്ചിട്ട് അങ്ങനെ വന്നതാ. ആ പെങ്ങളപ്പോൾ കല്യാണം കഴിഞ്ഞതല്ലേ? പെങ്ങളെ കല്യാണം കഴിഞ്ഞിട്ടൊരു 4 വർഷമായി. അവൾക്കൊരു കുഞ്ഞുണ്ട്. അളിയൻ ദുബായിലാണ് ജോലി. പിന്നെ പെങ്ങൾ കുറച്ച് അടുത്ത് തന്നെയാണ്. അവിടെ ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് വരും. അതാണ് അമ്മയ്ക്കുള്ള ഒരു ആശ്വാസം. ആ വീട്ടിലും അച്ഛൻ അങ്ങനെ തന്നെയാണേ, അവിടുത്തെ അമ്മനെ പോലെ തന്നെയാണ്. ഈ ഒരു സംഭവം കഴിഞ്ഞിട്ട് 2 വർഷമായി. പക്ഷേ അച്ഛന് ഒരേ ടെൻഷൻ. അച്ഛനെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഞാനും എൻ്റെ കുഞ്ഞും ഒറ്റയ്ക്കാവും പറഞ്ഞിട്ടേ ഞാനും കല്യാണം വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നതായിരുന്നു. പക്ഷേ അച്ഛൻ സമ്മതിക്കുന്നില്ല. അത് ശരി. ഒരു മിനിറ്റ്. ഹലോ. ആ സാറേ എനിക്ക് കുറച്ച് മാസം കൂടി അവധി തരുമോ? അതിനുള്ളിൽ എന്താ ഞാൻ അടിച്ചു തീർക്കുക? അല്ല, എൻ്റെ ഇഷ്യൂ അറിയാമല്ലോ, ആ ഒരു പ്രോബ്ലത്തിൽ പെട്ട് വേണ്ട. ഇല്ല, എന്തായാലും ഞാൻ തീർക്കാം. ശരി സാർ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, ഞാൻ പറഞ്ഞല്ലോ, ആ ഒരു പ്രശ്നത്തിന് ശേഷം എനിക്ക് തിരിച്ച് ഗൾഫിലേക്ക് പോകാൻ പറ്റില്ല. 5-6 മാസം ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഓരോരുത്തർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചിട്ടേ. പിന്നെ ജോലിക്കെല്ലാം കയറി. പക്ഷേ ഇവിടുത്തെ ശമ്പളമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് മാസത്തെ ബാങ്കിൽ വീട്ടിലൊരു ഹൗസിംഗ് ലോൺ ഉണ്ടായിരുന്നു. അത് പെൻഡിങ്ങേ. അപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട മാനേജർ വിളിച്ചായിരുന്നു. അല്ല, അപ്പം നാട്ടിലെന്താ വർക്ക് ചെയ്യുന്നത്? ഞാനിപ്പോൾ ടൗണിലുള്ള ഒരു ടൊയോട്ടയുടെ ഷോറൂമിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ശമ്പളം എന്ന് പറയുകയാണെങ്കിൽ ഗൾഫിൽ തട്ടിച്ച് നോക്കുമ്പോൾ അവിടുത്തെ 3-1 പോലും ഇല്ല. ഇടയ്ക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചാണ്. പക്ഷേ ഇപ്പോൾ ഒറ്റത്തടിയല്ലേ, എന്തിനു വേണ്ടി പോകുന്നു പറഞ്ഞിട്ടിരിക്കുക. എന്നാലും ഈ കടങ്ങളൊക്കെ ആലോചിക്കുമ്പോഴേ കുറച്ചുകൂടി കണ്ടൊന്ന് തിരിച്ച് പോകണം. എന്നാൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. എനിക്ക് കുറച്ച് ഓർഡറുകൾ കൊടുക്കാനുണ്ടേ. ഓൺലൈനായിട്ട് കുറച്ച് ക്ലോത്തിൻ്റെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം ഞാനെന്നാ. ആ പിന്നെ കൃഷ്ണേട്ടൻ പറഞ്ഞായിരുന്നു ഈ മോൻ്റെ കാര്യം ആലോചിച്ചിട്ടാണ് കല്യാണത്തിനൊന്നും സമ്മതിക്കാത്തതെന്ന്. എന്തായാലും ആ ഒരു ടെൻഷനൊന്നും വേണ്ട കേട്ടോ. ശരി എന്നാ. അതെ, ഒന്ന് നിൽക്കോ. പിന്നെ കൃഷ്ണേട്ടൻ പറഞ്ഞിട്ട് നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പെൺകുട്ടിക്ക് വേറൊരു ബന്ധമുണ്ട് പറഞ്ഞത്. ആ എന്തേ? എല്ലാവരും പറയുന്ന പോലെ ആ കുട്ടിക്ക് വേറെ ബന്ധമൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നാട്ടുകാർ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുക. കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് അവളെ ഗൾഫിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയ ജോലിയൊന്നും ഇല്ലായിരുന്നു. കല്യാണ ശേഷം ആ കുട്ടി നാട്ടിൽ തന്നെ വീട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അമ്മയുടെ സ്വഭാവം കുറച്ച് എന്തും മുഖത്തടിച്ച് പറയുന്ന പോലെയാണ്. എൻ്റെ 10ാമത്തെ വയസ്സിൽ അച്ഛൻ മരിച്ച. അതിനുശേഷം ഞങ്ങൾ രണ്ടാളെ നോക്കിയത് അമ്മ തന്നെയാണ്. അപ്പോൾ അമ്മയെ ധിക്കരിച്ച് ഇതുവരെയായിട്ട് ഞാനൊന്നും പറയാറില്ല. ആ പെൺകുട്ടി കുറേ പിടിച്ചിരിക്കാൻ നോക്കി. അവസാനം പറ്റാത്തതുകൊണ്ട് ഡിവോഴ്സായി പോയതാ. അപ്പോൾ ആ കുട്ടിയുടെ ഭാഗത്തൊരു തെറ്റുണ്ടായിരുന്നില്ല അല്ലേ? ഇല്ലടോ, ഞാൻ പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞതിൻ്റെ അപ്പുറം ഞാൻ നിൽക്കാറില്ല. അപ്പോൾ അമ്മയും പെങ്ങളും വിളിച്ച് പറഞ്ഞായിരുന്നു ആ കുട്ടിക്കൊരു ബന്ധമുണ്ട്, ഏത് നേരം ഫോണിനാണെന്നൊക്കെ. പിന്നെ അന്നേരം ആ ഒരു ദേഷ്യത്തിന് ഞാൻ ഒരു തീരുമാനം എടുത്തായിരുന്നു. പക്ഷെ അതിന് ശേഷമാണ് സത്യാവസ്ഥ അറിയുന്നത്. പിന്നീട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നല്ലേ പറഞ്ഞത്? അപ്പം ആ പെൺകുട്ടിൻ്റെ അടുത്ത് പോയിട്ട് ഒന്നുകൂടി സംസാരിക്കായിരുന്നില്ലേ? അല്ല, ഇതറിഞ്ഞ ശേഷം ഞാൻ ആ കുട്ടിയോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി പോയതാ. പക്ഷേ അത്രയും കാലം അവൾ അനുഭവിച്ചൊരു ട്രോമ ഉണ്ടല്ലോ. അല്ല, ഏത് പെൺകുട്ടിയായാലും ക്ഷമിക്കാൻ പറ്റില്ലല്ലോ, അമ്മേൻ്റെയും പെങ്ങളുടെയൊക്കെ വാക്ക് കേട്ടിട്ട്. പിന്നെ പരസ്പരം ഞങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ട് ബന്ധം വേർപിരിഞ്ഞു തന്നെ. അല്ല, അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മറച്ചു വയ്ക്കായിരുന്നില്ലേ? കാരണം സത്യാവസ്ഥ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ. പിന്നെന്തുകൊണ്ടാണ് എന്നോടിതൊക്കെ പറയാൻ തോന്നിയത്?
ഒരു പെൺകുട്ടിൻ്റെ ജീവിതം ഞാനായിട്ട് ഇല്ലാണ്ടാക്കി. ഇനിയിപ്പോൾ എന്നെ വിശ്വസിച്ച് ആരെങ്കിലും വരികയാണെങ്കിൽ അവരുടെ ജീവിതം കൂടി കളയേണ്ടതാണ് കേട്ടോ. എന്തോ പറയാൻ തോന്നി. ശരി എന്നാ. ശരി. ഇന്നലെ ഞാൻ വരാൻ ഒരുപാട് വൈകിയമ്മേ. പിന്നെ ഫോണിൽ ചാർജും ഉണ്ടായിരുന്നില്ല, സ്വിച്ച് ഓഫ് ആയിപ്പോയി. അതുകൊണ്ട് വിളിച്ചു പറയാത്തേ. ആ, ഞാൻ ഇന്നലെ കുറേ നേരം നോക്കി നിന്നു, പിന്നെ കാണാതിരുന്നപ്പോൾ കിടന്നതാ. അല്ല, ഇപ്പോൾ രാത്രി എവിടെ പോയതാ? എവിടെയും പോയെന്നല്ലമ്മേ, ഞങ്ങൾ ഉച്ചയ്ക്ക് ശേഷമല്ലേ ജോലിക്ക് ചെയ്തത്. പിന്നെ ഒരു ക്ലയൻറ്റ് 7 മണിക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് വന്നിട്ടുണ്ടായിരുന്നു, പിന്നെ അതിൻ്റെ ബാക്കിലായിപ്പോയി. ആ, അല്ല, ഇപ്പോൾ ഇന്നലെ ആ കുട്ടിനെ കാണാൻ പോയില്ലേ? ഇങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലമ്മേ, ഇന്നലെ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടുണ്ട്. പിന്നെ പെട്ടെന്നൊന്നും തീരുമാനം പറയില്ലല്ലോ. അവൻ്റെ കാര്യം വിട്, നിനക്ക് എങ്ങനെയുണ്ട്? ഇഷ്ടമായാ? സംസാരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ അവർ പറയുന്നതനുസരിച്ചല്ലേ തീരുമാനം. ആ, അല്ല, ഇപ്പോൾ അവൾക്കൊരു ആൺകുട്ടി ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അതിനെയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നാ? ഇല്ലമ്മേ, കുഞ്ഞ് LKG പഠിക്കുക. കുഞ്ഞിനെ സ്കൂളിലാക്കിയിട്ട് വന്നതാ. അല്ല മോനെ, ഇനിയിപ്പോൾ അവർ തീരുമാനിച്ചിട്ട് ഓക്കെ പറയുകയാണെങ്കിലേ ഈ കുട്ടീനെ എന്താ ചെയ്യുക? ഇതിനു മുമ്പും അവർക്ക് ഒരുപാട് കല്യാണ ആലോചന വന്നിട്ടുണ്ടായിരുന്നത്രേ. അപ്പം എല്ലാവരും പറയുന്നത് കുഞ്ഞിനെ ഒഴിവാക്കിയിട്ട് ആ കുട്ടി മാത്രം മതിയെന്ന. അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് കല്യാണത്തിന് സമ്മതിക്കാതിരുന്നത്. ഈ ചെറിയ പൊടിക്കുഞ്ഞിനെയൊക്കെ ഒഴിവാക്കാൻ പറയണമെങ്കിലേ അവർക്ക് എന്ത് മനുഷ്യരല്ലേ. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ലെങ്കിലും ആദ്യഘട്ടത്തിലൊരു കുഞ്ഞുണ്ട് പറഞ്ഞാലേ അതൊരു ബാധ്യത തന്നെയാണ്. ഇനിയിപ്പോൾ അവൾ കല്യാണത്തിന് സമ്മതിക്കുകയാണെങ്കിൽ നീ ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ പറയണേ. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ആ 4 വയസ്സായ കുഞ്ഞിനെ ഈ അമ്മനെ ഇന്ന് പിരിച്ചിരുത്തണം? ആ മഹാഭാവം എന്തായാലും ഞാൻ ചെയ്യില്ല അമ്മേ. ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞാലും ആ കുട്ടി ഈ കല്യാണത്തിനൊന്നും സമ്മതിക്കില്ല. കല്യാണത്തിന് സമ്മതിക്കില്ലെങ്കിലേ വേണ്ട. ലോകത്ത് ഇവള് മാത്രം ഒരു പെണ്ണുള്ളൂ, നമുക്ക് വേറെ നോക്കടാ. അമ്മ സത്യം പറയുകയാണെങ്കിൽ ഇനിയൊരു കല്യാണത്തിനുണ്ടെങ്കിൽ തീരെ താല്പര്യമില്ല. പിന്നെ അമ്മയും കുടുംബക്കാരും ഫ്രണ്ട്സൊക്കെ നിർവഹിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ. എന്തായാലും ആ കുട്ടീൻ്റെ ഫോട്ടോ അമ്മൻ്റെ വാട്സപ്പിലേക്ക് ഇന്നലെ രാത്രി തന്നെ അയച്ചിട്ടുണ്ട്. അമ്മ ആദ്യം ഒന്ന് നോക്ക്. ചെക്കന് പറഞ്ഞാലും മനസ്സിലായില്ല, ഇവള് മാത്രം ഒരു പെണ്ണുള്ള പോലെയാ. ദൈവമേ, ഇത്രയും സ്വർണ്ണോ! മോനെ, ചെറിയൊരു പെൺകുട്ടിയടാ, എന്തൊരു ഐശ്വര്യം അതിനെ കാണുമ്പോൾ. അമ്മ വിചാരിച്ചു ഇത്തിരി പ്രായമൊക്കെ ഉള്ളതാന്ന്, അതാ അപ്പോൾ വേണ്ടെന്നൊക്കെ പറഞ്ഞതേ. എന്തായാലും മോനത് വിട്ട് കളയാൻ നിൽക്കണ്ട. ഒരു കുഞ്ഞല്ലേ, അതിനെ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. ഇപ്പം അവൾക്കൊരു അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മേൻ്റെ സ്നേഹമൊക്കെ കൊടുത്തിട്ട് അവൾ വരട്ടെടാ അങ്ങോട്ട്. എന്തായാലും ആ കുട്ടി ഇതുവരെയായിട്ട് ഒരു തീരുമാനമൊന്നും പറഞ്ഞില്ലല്ലേ. പിന്നെ വീട്ടിലിരുന്നിട്ടേ ഓൺലൈനായിട്ട് എന്തോ തുണിക്കച്ചവടമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓണത്തിനായിട്ട് കുറേ തിരക്കുണ്ട് അത്രേ. എന്തായാലും അതൊക്കെ ആയിട്ട് ചിലപ്പോൾ 1-2 പ്രാവശ്യം കൂടി കണ്ടിട്ടായിരിക്കും മറുപടി പറയാം. ബിസിനസ്സൊക്കെ ഉണ്ടാ? എന്തായാലും ഞാൻ ആ കൃഷ്ണനെ വിളിച്ചിട്ടേ ഒന്നുകൂടി സംസാരിച്ചിട്ട് ശരിയാക്കാൻ നോക്കാം. മോൻ ടെൻഷൻ അടിക്കണ്ടടാ. അല്ലെങ്കിലും നിന്നെ ആർക്കും ഇഷ്ടപ്പെടാതിരിക്കുക. മോൻ പോയിട്ട് ഓഫീസിൽ പോകാനായില്ലേ, പോയി വല്ലതും കഴിക്ക്. എനിക്ക് ടെൻഷനൊന്നുമില്ലമ്മേ. പിന്നെ അമ്മ കൃഷ്ണാടനെ വിളിച്ചിട്ട് നിർബന്ധിച്ച് അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു വേണ്ട. അല്ല, ഇനിയിപ്പോൾ ആര് പറഞ്ഞാലും ആ കുട്ടി അങ്ങനെയൊന്നും സമ്മതിക്കില്ല. എന്തായാലും സമയം എടുത്തോട്ടെ, നമുക്ക് ഇഷ്ടമാണെങ്കിൽ മതി. ദൈവമേ, പെണ്ണിന് എന്തൊരു സ്വർണ്ണമാ! 1, 2, 3, 4 10-40 പവൻ എന്തായാലും ഉണ്ടാകും. അതൊരു ദരിദ്രവാസിയായിട്ട് തന്നെ അതിൻ്റെ മാക്സിമം ഊറ്റിയെടുത്തു. നീ ഒന്ന് വാടി മോളെ, പോരാത്തതിനൊരു ബിസിനസ് കാര്യം. നിന്നെ ഞങ്ങൾ മുഴുവനായിട്ട് ഊറ്റുന്നുണ്ട്.